നമസ്കാരം. പത്രവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. നമുക്ക് പ്രമുഖ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഒരു പ്രമുഖ വാർത്ത എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് തന്നെയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതായത് സൗദി, തുർക്കി, പാകിസ്ഥാൻ അച്ചുതണ്ട് സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. നമ്മുടെ ആഗോള രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകൾ ഉണർത്തുന്ന ഒരു വാർത്ത തന്നെയാണത്. കാരണം സൗദിയും അതുപോലെ തന്നെ തുർക്കിയും പാകിസ്ഥാനും ഇപ്പോൾ ഒരുമിച്ച് ഒരു സൈനിക സഖ്യം രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇതിലേത് രാജ്യത്തെ ആക്രമിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുന്നത് ഏത് രാജ്യമാണോ ആ രാജ്യത്തിനെതിരെ പോരാടാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണെന്ന് വേണം കരുതാൻ. കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി നാറ്റോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം കൈക്കലുണ്ടെന്ന് അവകാശപ്പെടുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ കാലങ്ങളായിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ വാർ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാമുള്ള ഫണ്ട് നൽകാൻ കെൽപ്പുള്ള ഒരു രാജ്യമാണ്. കൂടാതെ തന്നെ അവർക്ക് US ബാക്കിങ്ങും വലിയ രീതിയിൽ തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ സത്യത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും ചേരുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കും. കാരണം അല്ലെങ്കിൽ പാകിസ്ഥാൻ അവിടെ ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു എതിർശക്തിയായിട്ട് നമ്മൾ ഇന്ത്യയുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനുള്ളിൽ തന്നെ ബലൂചിസ്ഥാൻ പോരാളികൾ അങ്ങനെ ആഭ്യന്തര പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരങ്ങനെ നേരിടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഒരു സഖ്യം വരുമ്പോൾ തുർക്കിയുടെ നിന്നുള്ള സഹായവും സൗദി അറേബ്യയിൽ നിന്നുള്ള സഹായവും ഒക്കെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് പോകാൻ പോകുന്നത് സത്യത്തിൽ ഈ നമ്മുടെ പാകിസ്ഥാന് തന്നെയായിരിക്കും. ഭാവിയിൽ നമുക്കത് വലിയ ദോഷമായിട്ടും ഭവിച്ചേക്കാം എന്നുള്ള ഒരു ആശങ്കയും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം അല്ലെങ്കിൽ ഏതാണ്ടൊരു യുദ്ധ സമാനമായ സാഹചര്യം നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മളെല്ലാം അതിനെ വളരെ കാര്യക്ഷമമായി തന്നെ എതിർത്തു നിന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ പാകിസ്ഥാൻ ഏതാണ്ട് തോറ്റു പിന്മാറി എന്നുള്ളൊരവസ്ഥ വരെ എത്തിയതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന കച്ചിത്തുരുമ്പെന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സഖ്യം അവർ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുർക്കി ആകട്ടെ അല്ലെങ്കിൽ സൗദി അറേബ്യ ആകട്ടെ, ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മേഖലയിൽ ഇപ്പം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇങ്ങനെ ഒരു സഖ്യം രൂപീകരിക്കാൻ കാരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും യുദ്ധാന്തരീക്ഷം മാറിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ അവർ തിരിച്ചടി നൽകുന്നത് സത്യത്തിൽ ഈ സൗദി അറേബ്യ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത് സൗദി അറേബ്യ അല്ല അവർ ആക്രമിക്കുന്നെങ്കിലും അവരുടെ മണ്ണിലെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രദേശത്താണല്ലോ ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ത്രെഡ് തന്നെയാണ്. ഭാവിയിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത്തരമൊരു സഖ്യം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു സഖ്യം രൂപീകരിച്ചത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ നയിക്കുന്ന ഒരു രാജ്യമായി മാറുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ നമ്മളോടൊപ്പം യുദ്ധം ചെയ്തിരുന്ന സമയത്ത്, അതായത് ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്തിരുന്ന സമയത്തും പാകിസ്ഥാന് സൈനിക സഹായങ്ങൾ അതുപോലെ തന്നെ ഡ്രോണുകളൊക്കെ നൽകി സഹായിച്ചത് ഈ തുർക്കിയാണെന്ന് വേണം പറയാൻ. തുർക്കി നിർമ്മിത ഡ്രോണുകളായിരുന്നു നമുക്കെതിരെ എല്ലാം പ്രയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും സഖ്യം ചേരുന്നത് തീർച്ചയായിട്ടും ആശങ്ക ഉളവാക്കുന്നതാണെന്ന് വേണം തീർച്ചയായിട്ടും പറയാൻ. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് 3-4 പുതിയ റെയിൽപാതകൾ വരുന്നു എന്നുള്ളതാണ്. അതായത് DPR മാർച്ചോടെ തന്നെ ഉണ്ടാകും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ സിഗ്നലായി എന്നൊരു വലിയ തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമിയിൽ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അതായത് നിർദ്ദിഷ്ട 3-4 റെയിൽപാതകൾക്കുള്ള വിശദ പദ്ധതി രേഖ അടുത്ത വർഷം മാർച്ചോടെ പൂർത്തിയാകും. സ്ഥലം വിട്ടുകിട്ടിയാൽ 5.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ കണക്കുകൂട്ടൽ.
തീർച്ചയായിട്ടും വളരെ നല്ലൊരു വാർത്ത തന്നെയാണ് ഇതെന്ന് വേണം പറയാൻ. അപ്പോൾ 3-4 റെയിൽപാതകൾ വരുന്നതോടെ തീർച്ചയായിട്ടും റെയിൽവേ ഗതാഗതം കൂടുതൽ സുഗമമാകും, കൂടുതൽ കാര്യക്ഷമമാകും. അതുപോലെ തന്നെ റെയിൽവേ ഗതാഗതത്തിൽ ഉണ്ടാകുന്ന നീക്കുപോക്കുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഈ ഒരു റെയിൽപാത വരുന്നതോടെ മാറും എന്നുള്ളൊരു സൊല്യൂഷനാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഇതിനു പിന്നിൽ കാലതാമസം ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ 3-4 പാത നിർമ്മാണമൊക്കെ ഒരുപാട് കാലതാമസം എത്രയോ മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണെന്ന് വേണം നമ്മൾ കരുതാൻ. പക്ഷേ അത് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്രയും താമസിച്ച് വൈകി ഉണ്ടായതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 3-ാം പാത വേണമെന്നും സ്ഥലം ഏറ്റെടുത്തുകൊള്ളാമെന്നും റെയിൽവേ മന്ത്രാലയം വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ സിൽവർ ലൈനിൻ്റെ ചർച്ചകൾ ചൂടുപിടിച്ചപ്പോൾ മറ്റ് റെയിൽവേ പദ്ധതികൾക്കായുള്ള ശ്രമം മുരടിച്ചെന്നാണ് റെയിൽവേ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, സിൽവർ ലൈൻ പദ്ധതിയെ ഒരു പ്രമുഖ പദ്ധതിയായി റെയിൽവേ കണക്കാക്കിയപ്പോൾ മറ്റ് റെയിൽവേ പദ്ധതികൾ, അതായത് ഇതുപോലെയുള്ള റെയിൽപാത പദ്ധതികളെല്ലാം തന്നെ അവർ മാറ്റിവെച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് റെയിൽവേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പദ്ധതികളൊക്കെ ഒരു 5.5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു സാങ്ഷനായി കിട്ടിയാൽ ഒരു 5.5 വർഷം കൊണ്ട് നമുക്ക് ഇത് പൂർത്തിയാക്കാമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അന്ത്യത്തിൽ എന്താ പറയുന്നത്, ഒരു സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ പദ്ധതി കിട്ടിയപ്പോൾ അവർ അതിൻ്റെ പിറകെ പോയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ സിൽവർ ലൈനെല്ലാം മാറി ഇപ്പോൾ ഈ ഒരു പദ്ധതിയാണ് റെയിൽവേ മുൻഗണന നൽകുന്നത്. ഏകദേശം 160 കിലോമീറ്ററാണ് ഈ ഒരു ട്രാക്കിൽ ഏറ്റവും ട്രെയിൻ ഓടാൻ കഴിയുന്ന പരമാവധി വേഗമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു അപ്ഗ്രേഡേഷൻ തന്നെയാണ്. നമ്മുടെ ട്രെയിനുകൾ കൂടുതൽ വേഗതയേറുമ്പോൾ നമ്മുടെ യാത്രകൾ കൂടുതൽ വേഗത്തിലാകും. അത് അല്ലെങ്കിൽ ട്രെയിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ അവർ ട്രെയിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു പദ്ധതിയാണെന്ന് വേണം കരുതാൻ. കാരണം വേഗത അല്ലെങ്കിൽ പുതിയ ട്രാക്കിൽ വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേഗത്തിൽ അവരുടെ വീടുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലും ഒക്കെ എത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 5.5 വർഷം കൊണ്ട് ഈ പദ്ധതികൾ പൂർത്തിയാകട്ടെ. റെയിൽവേ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന കണക്ക് തന്നെ, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന പോലെ തന്നെ ഈ പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകട്ടെ എന്ന് വേണം നമുക്ക് കരുതാൻ. അതുപോലെ തന്നെ ഘട്ടങ്ങളായിട്ടായിരിക്കും, 4 ഘട്ടങ്ങളായിട്ടായിരിക്കും നടപ്പാക്കുക. ഒന്നാമത്തേന്ന് പറയുന്നത് മംഗളൂരു ടു ഷൊർണൂർ പാതയായിരിക്കും. അതുപോലെ തന്നെ ഷൊർണൂർ ടു എറണാകുളം പാതയും ഉണ്ടാകും. അതുപോലെ തന്നെ എറണാകുളം ടു കായംകുളം പാതയുണ്ടാകും. 4ാമതായിട്ട് കായംകുളം ടു തിരുവനന്തപുരം പാത. ഇങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ റെയിൽവേ നോക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാര്യക്ഷമമായി ഈ പദ്ധതി നടപ്പിലാക്കി ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് അത് പോകട്ടെ എന്ന് വേണം കരുതാൻ. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, നീറ്റ് തട്ടിപ്പിൽ നിർണായകമായൊരു വിധി പുറത്തു വന്നിരിക്കുകയാണ്. 13 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. അതായത് നീറ്റ് UG ചോദ്യക്കടലാസ് ചോർത്താൻ ആസൂത്രിത ശ്രമങ്ങൾ ഉണ്ടായെന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും CBI കണ്ടെത്തിയിരിക്കുകയാണ്. ചോദ്യം തയ്യാറാക്കിയ NTI സംഘത്തിലുള്ളവരും ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടതായി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. NTIയുടെ 3 വിഷയ വിദഗ്ധരടക്കം 13 പേരെ പ്രതിയാക്കി പ്രത്യേക CBI കോടതിയിൽ കുറ്റപത്രം നൽകി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നീറ്റ് പരീക്ഷയിൽ കൃത്യമായൊരു നടപടി ഇപ്പോൾ എടുക്കുന്നു എന്നുള്ളതാണ്. CBI സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു കേസിൽ ഏകദേശം പ്രതികൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ പ്രതികൾ ഈ ഒരു കൃത്യം ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ അവർ എന്തായാലും ഒരു കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണെന്ന് വേണം കരുതാൻ. CBI സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. അല്ലെങ്കിൽ CBI അപ്പോയിന്റ് ചെയ്ത രാഷ്ട്രീയക്കാർക്ക്, BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം എന്തൊക്കെയായിരുന്നു ഈ സംഭവഗതികൾ, ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം. CJP എന്ന് പറയുന്ന ഒരു സർക്കാസ്റ്റിക് ഇൻസ്റ്റഗ്രാം പേജായി തുടങ്ങിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ഇപ്പോൾ വളർന്നു വന്ന് നിൽക്കുന്നത് ആൾമോസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന ലേബലിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സംഘടനയായിട്ടാണ്. ഡൽഹിയിൽ അവർ നടത്തിയ പ്രക്ഷോഭം, ഏകദേശം 10 ദിവസത്തിൽ കൂടുതൽ നടത്തിയ അവരുടെ ഒരു പ്രക്ഷോഭം വന്നു നിന്നത് വിജയകരമായ അവരുടെ ഗോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിയെ രാജിവെപ്പിക്കുക എന്നുള്ള അവരുടെ ഗോൾ സക്സസ്ഫുള്ളായി നേടിയ ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുക. അപ്പം അങ്ങനെ ഈ ഒരു നീറ്റ് തട്ടിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ CBI സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും കേസ് കിട്ടിയ പാടെ തന്നെ അവർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിയോഗിച്ചിട്ടുള്ള വിഷയ വിദഗ്ധരിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം ചോർന്നിട്ടുള്ളതെന്നുള്ള
നിർണായകമായ വെളിപ്പെടുത്തൽ അവർ കണ്ടെത്തുകയുണ്ടായി. അവരെ പുറത്താക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു നീറ്റ് ചോദ്യപേപ്പറിൻ്റെ അന്ത്യത്തിൽ അർഹിച്ച എല്ലാവർക്കും കൃത്യമായ ശിക്ഷ, അതിപ്പോൾ മന്ത്രി ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയുടെ രാജി തൊട്ട് ഇത് ചോദ്യം തയ്യാറാക്കി അത് അല്ലെങ്കിൽ അത് ചോർച്ച നടത്തിയ വിഷയ വിദഗ്ധർക്ക് വരെ കൃത്യമായ ശിക്ഷ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നീറ്റ് വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൃത്യമായൊരു അന്ത്യത്തിൽ, അതെന്ത് അന്ത്യമാണോ സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവർ ലക്ഷ്യം കണ്ടത് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചത് കൃത്യമായി അത്തരത്തിലുള്ളൊരു അന്ത്യത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതായത് കോട്ടയം ജില്ലയിൽ ഒരൊറ്റ ദിനത്തിൽ വാഹനാപകടങ്ങളിൽ 4 മരണം എന്നുള്ളൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും കോട്ടയത്ത് ഇന്നലെ നടന്ന 4 അപകടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ അപകടങ്ങളിൽ 4 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മണ്ണാർക്കാട് ബസ്സിനിടയിൽ മറിഞ്ഞൊരു നഴ്സ് മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കുറവിലങ്ങാട് 2 മരണം, പാമ്പാടി 7-ാം മൈലിൽ സ്കൂട്ടർ യാത്രികന് ദാരുണ അന്ത്യം. ഇങ്ങനെ 4 മരണമാണ് കോട്ടയത്ത് ഇന്നലെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്നത്. അതായത് മണ്ണാർക്കാട്, കുറവിലങ്ങാടി, പാമ്പാടി എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ ആയിട്ടാണ് ഈ 4 പേർ മരിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. അതായത് കോട്ടയം ജില്ലയിൽ ഇന്നലെ 4 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 പേർ മരിച്ചു എന്നുള്ളതാണ്. മണ്ണാർക്കാട് ശക്തമായ മഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഒരു ബസ്സിനിടയിലേക്ക് മറിഞ്ഞൊരു നഴ്സ് മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ 2ാമത്തെ മരണം എന്ന് പറയുന്നത് കുറവിലങ്ങാടാണ്. കുറവിലങ്ങാട് ഒരു KSRTC ബസ്സിന് നേരെ ഒരു ബൈക്ക് പാഞ്ഞെടുത്താണ് ഈ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. 2 പേരാണ് ഇതിൽ മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂട്ടർ യാത്രികനും ഒരു ദാരുണം ഉണ്ടായിട്ടിരിക്കുകയാണ്. പാമ്പാടി 7-ാം മൈലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മെയിനായിട്ടും ഇതിൻ്റെയൊക്കെ കാരണം എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും മഴ ഒരു പ്രധാന ഘടകമാണെന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം നമുക്കറിയാം, ആലപ്പുഴ, കോട്ടയം പോലെയുള്ള മധ്യ കേരളത്തിലുള്ള ജില്ലകളിലാണ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മഴ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ആലപ്പുഴയിലാകട്ടെ കോട്ടയത്താകട്ടെ നമുക്ക് ഈ വെതർ അപ്ഡേറ്റ്സുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും മഴയുണ്ടെങ്കിലും ശക്തമായ മഴയെല്ലാം കിട്ടിയത് ആലപ്പുഴ, കോട്ടയം സൈഡിലുള്ള ഭാഗങ്ങളിലാണ്. അപ്പോൾ റോഡുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തെന്നിക്കിടക്കുന്ന അവസ്ഥയിലാണ്. വഴികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുകിൽ തെന്നിക്കിടക്കും അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് വേണം പറയാൻ. പോകുന്ന യാത്രക്കാർ ഒരു സാധാരണ റോഡിൽ അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയാണോ ഓടിച്ചിരുന്നത് ആ ഒരു രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്ന് വേണം പറയാൻ. ഇപ്പോൾ റോഡുകൾ തെന്നിക്കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 2 പേർ അല്ലെങ്കിൽ KSRTCയിൽ ബൈക്ക് ഇടിച്ച് 2 പേർ മരിച്ചതും അതുപോലെ തന്നെ ശ്രീദേവി എന്ന് പറയുന്ന യുവതി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതും. അത് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതിൻ്റെ കാരണം തന്നെ നമ്മൾ ഈ പറഞ്ഞ കാരണം തന്നെയാണ്. അതായത് മഴ പെയ്ത് കിടന്നതിനാൽ റോഡിൽ വന്ന ഈ ശ്രീദേവിക്ക് നിയന്ത്രണം നഷ്ടമാവുകയും അത് പിന്നീട് ബസ്സിനടിയിലേക്ക് കയറി ദാരുണാന്ത്യം സംഭവിക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ കരുതലോടെ റോഡുകളിൽ ഇപ്പോൾ നടന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് അപകടങ്ങളൊന്നുമില്ലാതെ തിരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈയിടയ്ക്ക് തന്നെ ഒരു ബസ് മറിഞ്ഞ് ഒരുപാട് പേർ മരിച്ചു എന്നുള്ളൊരു ദാരുണമായ വാർത്തയും നമ്മൾ കേട്ടിരുന്നു. അതിന് കാരണവും ഇതുപോലെ മഴ കാരണം റോഡുകൾ തെന്നലായി കിടന്നു എന്നുള്ളത് കാരണമാണ്. റോഡിൽ കൃത്യമായി ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട് റോഡ് അല്ലെങ്കിൽ ആ ഒരു CCTV വിഷ്വലും പുറത്തു വന്നിരുന്നു. ബസ് തെന്നിപ്പോയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മഴ സത്യത്തിൽ ഒരു വില്ലൻ തന്നെയാണ്. ശ്രദ്ധയോടെ കരുതലോടെ റോഡുകൾ ഓട്ടിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ രീതിയിൽ യാത്ര നടത്താൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രത്യേകിച്ച് കോട്ടയം, ആലപ്പുഴ ജില്ലകളിലുള്ളവർ കൃത്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മഴ അല്ലെങ്കിൽ മഴ കാരണം റോഡ് തെന്നിക്കിടക്കുക എന്നുള്ളൊരവസ്ഥ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, CJP പ്രക്ഷോഭം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രക്ഷോഭമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു CJP എന്ന് പോലെയുള്ളൊരു ആൾമോസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ രൂപീകരണം തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മറ്റെല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചറിവായിരുന്നു. കാരണം ഇങ്ങനെയല്ല ജനങ്ങളെ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കേണ്ടത് ഇങ്ങനെയല്ല അല്ലെങ്കിൽ കൺവെൻഷണൽ രീതികളിലല്ല നമ്മൾ നിൽക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു CJP പ്രക്ഷോഭത്തോടെ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് CPM ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ജെൻസി മോഡിലേക്ക് മാറാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതായത് പാറ്റാ സമരവും വർത്തമാനകാലത്തെ പാർട്ടിയുടെ പെർഫോമൻസും എല്ലാം കണക്കിലെടുത്ത് ജെൻസി മോഡിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPM. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നീണ്ട 10 വർഷത്തെ ഭരണത്തിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ഒരു നാണം കെട്ട തോൽവി, ഏതാണ്ടൊരു നാണം കെട്ട തോൽവി എന്നുള്ള രീതിയിലാണ് അവർക്ക് ഈ ഒരു ഇലക്ഷനിൽ അവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നല്ലതാണ്. യുവജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്ന് വേണം കരുതാൻ. ജെൻസി മോഡിലേക്ക് മാറി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കോപ്പി ക്യാറ്റ് ആയി മാത്രം മാറരുത്. ഇപ്പോൾ CJP എന്താണോ ചെയ്തത് അതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതൊരു വഴി മാത്രമാണ്. ഒരു കാര്യത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു വഴി മാത്രമാണ് ഈ യുവജനങ്ങൾ പ്രക്ഷോഭം ചെയ്യുക എന്നുള്ളത്. പ്രക്ഷോഭമില്ലാതെ നയപരമായ രീതിയിൽ പരിഹാരം കണ്ടെത്താനുള്ള ഒട്ടനവധി മാർഗങ്ങൾ മറ്റ് രീതിയിലുമുണ്ട്. അത് യുവജനങ്ങൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി ബിസിനസ് വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, വായ്പ തിരിച്ചുപിടിക്കൽ ചട്ടങ്ങൾ കർശനമാക്കി എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് മൊബൈൽ ഫോണിലുള്ള വായ്പകൾ തിരിച്ചുപിടിക്കുന്നതിൽ മാർഗനിർദ്ദേശ രേഖയായി എന്നുള്ള വാർത്തയാണ്. അതായത് വായ്പാ തുക തിരിച്ചുപിടിക്കുമ്പോൾ ഉപഭോക്താക്കളോട് സ്ഥാപനങ്ങളുടെ പെരുമാറ്റം മാന്യമായിരിക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഇതിനായിട്ട് വായ്പാ സ്ഥാപനങ്ങളുടെ പെരുമാറ്റച്ചട്ടം കർക്കശമാക്കി എന്നുള്ള വാർത്തയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു വാർത്തയാണെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ വളരെ നല്ലൊരു നീക്കമാണ് ഇതെന്ന് വേണം കരുതാൻ. ഇപ്പോൾ നമുക്ക് പ്രമുഖ ഓൺലൈൻ ലോൺ ലെൻഡിങ് ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോൺ തരുന്ന സമയത്ത് അവരുടെ പെരുമാറ്റമെല്ലാം നല്ലതായിരിക്കും. പക്ഷേ ഒരടവ് ഒരു ദിവസം വൈകിയാലോ അല്ലെങ്കിൽ കുറച്ച് സമയം വൈകിയാലോ അവരുടെ പെരുമാറ്റം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത പല ഓൺലൈൻ ലോൺ ലെൻഡിങ് ആപ്പുകളും ഉണ്ട്. അപ്പം ഇത് നമ്മൾ തീർച്ചയായിട്ടും RBI ഇടപെടേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ പല ഓൺലൈനായിട്ട് ലോൺ നൽകുന്ന ആപ്പുകളും ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നമ്മുടെ ഫോണിലെ ഗാലറിയിലേക്കും അതുപോലെ തന്നെ കോൾ ലോഗിലേക്കുമുള്ള പെർമിഷൻ നേടിയെടുത്തതിന് ശേഷം ലോൺ കുറച്ചെങ്കിലും മുടങ്ങുന്ന ഘട്ടത്തിൽ അവർ ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പം ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ വൈകി പോകുന്ന ആൾക്കാർക്കല്ലേ അല്ലെങ്കിൽ അടയ്ക്കാൻ കഴിയാതെ പോകുന്ന ആൾക്കാർക്കെതിരെ അവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അത് അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഫോൺ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വളരെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത മാർഗങ്ങളിലൂടെയാണ് അവർ പണം തിരിച്ചു പിടിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഒരു വിലക്ക് ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൽ RBI തന്നെ ഇടപെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണെന്ന് വേണം പറയാൻ. ഇനി സ്പോർട്സ് ന്യൂസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫിഫയിലെ സ്വകാര്യ നിക്ഷേപ പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു നമ്മുടെ ഫിഫ പ്രസിഡന്റിനെ സംബന്ധിച്ച്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്ന പദ്ധതി പോലെയായിരുന്നു അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ശക്തമായ എതിർപ്പാണ് ഫിഫയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെതിരെ ഉയർന്നത്. വിവിധ രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് എതിർത്തു. എനിക്ക് തോന്നുന്നു അർജന്റീന മാത്രമാണ് ഈ ഫിഫ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഫിഫയിലേക്കുള്ള സ്വകാര്യ നിക്ഷേപ പദ്ധതിയെ ചൊല്ലി ആഗോള ഫുട്ബോൾ സംഘടനയിൽ ചേരിതിരിവ് രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. ഫിഫ പ്രസിഡന്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ ഫുട്ബോൾ അസോസിയേഷനുകൾ രംഗത്തെത്തുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇൻഫാന്റിനോയെ അനുകൂലിച്ച് അർജന്റീന, മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങൾ വരുന്നു. പക്ഷേ അദ്ദേഹം രാജിവെക്കണമെന്നാണ് നോർവേ പോലെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കലുഷിതമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഫിഫ പൊക്കോണ്ടിരിക്കുന്നത്. അർജന്റീനയെ പോലുള്ള രാജ്യം സപ്പോർട്ട് ചെയ്യുമ്പോഴും നോർവ അതുപോലെ തന്നെ മറ്റ് പ്രമുഖ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ ഒപ്പോസ് ചെയ്യുകയാണ്. കാരണം സ്വകാര്യ നിക്ഷേപം വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് കോംപ്രമൈസുകളും നടത്തേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ അല്ലെങ്കിൽ ഒരു ഫിഫയെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഈ ഒരു സ്വകാര്യ നിക്ഷേപത്തെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചേരിതിരിവ് ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് വേണം കരുതാൻ. എന്തായാലും കലങ്ങി തെളിയട്ടെ. അടുത്ത ലോകകപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലോകകപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ അടുത്ത ലോകകപ്പ് നടത്തുന്നത്. അപ്പോൾ ആ അടുത്ത ലോകകപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആശങ്കാജനകം തന്നെയാണ്. എല്ലാം കലങ്ങി തെളിയട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ പ്രമുഖ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത്. മറ്റു വാർത്തകളുമായി നമുക്ക് നാളെ കാണാം.